ഞാൻ റീസെന്റ്ലി കണ്ട ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് 'ത്രാഷ്'. ഒരു അടിപൊളി മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നൈസായിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ പോകുന്നുണ്ട്. സർവൈവലാണ്. എല്ലാവർക്കും അറിയാം സിനിമ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും. ഒരു സിറ്റുവേഷൻ അതിൽ സർവൈവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ എന്തേ ഉള്ളൂ ഡ്യൂറേഷൻ. ആ ഒരു 1.5 മണിക്കൂർ നല്ല ഫാസ്റ്റ് പേസ് ആയിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പോകുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ഒരു സർവൈവൽ മോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടൗണിൽ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. കൊടുങ്കാറ്റുണ്ട്, ഇടിമിന്നലുണ്ട്, കടല് കയറും, വെള്ളപ്പൊക്കം, അതിന്റെ ഇടയ്ക്ക് കൂടെ കുറെ ഷാർക്കും കൂടി വരും. ഷാർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ഷാർക്ക് ഒന്നുമല്ല, കുറച്ച് പവർ കൂടിയ വീര്യം കൂടിയ കുറച്ച് ടീംസ് ആണ് വരുന്നത്. സോ ഇവർ ആ ഒരു ടൗണിലോട്ട് ആ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ കയറി വരുന്നതും പിന്നീട് അവിടുത്തെ ആൾക്കാർ എങ്ങനെ സർവൈവ് ചെയ്യുന്നതാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. പല സിറ്റുവേഷനിലൂടെയാണ് സിനിമയുടെ സ്റ്റോറി കടന്നു പോയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു വീട്ടിൽ സ്റ്റക്കായി പോകുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നീട് ഒരു കുട്ടി ഒറ്റയ്ക്ക് ട്രാപ്പായി പോകുന്നുണ്ട്. പിന്നീട് കുറച്ച് ആൾക്കാർ ബോട്ടിൽ ട്രാപ്പായി പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രഗ്നന്റ് ലേഡി അവർ സർവൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് സിനിമയുടെ സ്റ്റോറി പോയിരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വലിയ ലാഗോ പരിപാടിയോ ഒന്നുമില്ല. ആകെ 1.5 മണിക്കൂർ എന്തുള്ള ആ ഒരു 1.5 മണിക്കൂർ നല്ല എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ നൈസ് ആണ്. ഭയങ്കര അടിപൊളിയായിരുന്നു അതിന്റെ ഒരു പ്രസന്റേഷനിലേക്ക്. ആ ഒരു വെള്ളപ്പൊക്കമായാലും ആ ഒരു CG പരിപാടിയായാലും അതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു ആർട്ട് ഡിസൈൻ എല്ലാം നൈസ് ആയിരുന്നു. മൊത്തത്തിൽ കാണാൻ നല്ലൊരു വൈബായിരുന്നു സിനിമ. വേറെ ലെവൽ മൂവി എന്ന് ഞാൻ പറയുന്നില്ല. നോർമലായിട്ട് നിങ്ങൾ കണ്ടുവരുന്ന ഒരു സർവൈവൽ മൂവി എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെയാണ് ഇവിടെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. കുറച്ച് വെള്ളപ്പൊക്കം, ആ ഒരു വെള്ളപ്പൊക്കത്തിൽ കുറച്ച് ഷാർക്കുണ്ട്, കുറച്ച് ആൾക്കാർ അവിടെ സർവൈവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.